ഹലോ ഫ്രണ്ട്സ്, ഇത് പാലക്കാട് നടന്ന ഒരു വിപണന മേളയാണ് കേട്ടോ. അപ്പോൾ ഗവൺമെൻറ്റിന് തന്നെ പ്രദർശന വിപണന മേളയായിരുന്നു. അപ്പം ഞങ്ങൾ തീരാറായ ദിവസമാണ് ഒന്ന് പോയത്. അപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ 9ാം വാർഷികമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ജില്ലയിലും ഇത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ചേച്ചി വഴി ആലപ്പുഴയിൽ ഇത് നടക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് കുതിരവണ്ടിയിൽ അവർ കയറിക്കോ എന്ന് പറഞ്ഞ് ചാടി പിടിച്ച് കയറ്റി കേട്ടോ. എന്താണെന്നറിയോ, ലാസ്റ്റ് ട്രിപ്പായിരുന്നു കുതിര ആകെ ക്ഷീണിച്ചു പോയി. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ലാസ്റ്റാണ്, പൈസ ഒന്നും തരേണ്ട, ഫ്രീ കയറിക്കോ എന്ന്. അങ്ങനെ ഒരു റൗണ്ട് ഞങ്ങളെ ചുറ്റിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പഴനി പോയപ്പോൾ കയറിയിട്ടുണ്ട്, പക്ഷെ കുഞ്ഞ് ഫസ്റ്റ് ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ അവനൊരു അമ്പരപ്പും എന്താ പറയുക, ഒരു ആദ്യമായിട്ട് കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെ ഒരു റൗണ്ട് എടുത്ത് പിന്നെ തിരിച്ചവിടെ നിന്ന് നമ്മൾ കയറിയ സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ കുറേ പേര് കയറുന്നുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു, കുതിര ഓടിക്കുന്ന ആൾ പറഞ്ഞു, കുതിര ഉച്ചയ്ക്ക് 3 മണി തൊട്ട് ഓടാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ 8 മണിയായി ഈ സമയം. അപ്പോൾ അത് ഒരുപാട് ടയേർഡായി. അപ്പോൾ ലാസ്റ്റാണ്, അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ച് കയറ്റിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ചുളുവിലൊരു കുതിര സവാരി കിട്ടി. അവനോട് ഞാനിത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാം പശുവാണെന്ന്, പിന്നെ അല്ല കുതിരയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വരികയായിരുന്നു. അപ്പോൾ അവിടെ കുറേ പ്രോഗ്രാംസൊക്കെ ആ സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ തന്നെയാണ് ഫുഡ് കോർട്ടൊക്കെ. അപ്പം ഞാൻ ഇനി ഉള്ളിലെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. പാലക്കാട്ടെ നല്ല ചൂട് സമയത്ത് ഇതിനുള്ളിലേക്ക് കയറിയ നല്ല സുഖമാണ് കേട്ടോ. ഫുൾ AC ആയിരുന്നു. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ കുറച്ച് ബോക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. ശുദ്ധമിഷൻ്റെ വേസ്റ്റിൻ്റെ കുറച്ച് ബോക്സുകളും ഏത് വേസ്റ്റിൽ തരം തിരിച്ചിടുന്നതും അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഡിജിറ്റൽ സർവേ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ അവർ ചെയ്ത കുറച്ച് കാര്യങ്ങളും, പിന്നെ ഫസ്റ്റ് നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനമേറ്റതും, അങ്ങനെ കുറച്ച് നല്ല കുറച്ച് എന്താ പറയുക, കുറച്ച് ഫങ്ഷൻസിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രെയിം ചെയ്തിട്ടുള്ള നല്ല കുറേ ഫോട്ടോസുകൾ, സച്ചിൻ ടെണ്ടുൽക്കർ അതേപോലെ മോഹൻലാലുമായിട്ട് ഇരിക്കുന്നത്, അങ്ങനെ കുറേ ഫോട്ടോസ്, കുറേ എന്താ പറയുക, നമ്മുടെ പ്രധാനമന്ത്രി വരുന്നത്, സ്വീകരിക്കുന്നത്, പിന്നെ പുതിയ ഓരോ പദ്ധതികളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം, അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറേ ബ്രോഷറൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ബ്രോഷറുകളാണ്, എന്തൊക്കെയാണെന്നുള്ളതും അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ ഇത്ര നാളും ചെയ്ത കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ കുറേ നമുക്കറിയാതെ പോകുന്ന കുറേ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉള്ള അതൊക്കെ നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു മാഗസീൻ കോർണർ പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു റൂം പോലെയാണ്, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ ഫോട്ടോ പുറത്തുനിന്ന് എടുക്കുക. അപ്പോൾ നമ്മളൊരു മാഗസീനിലെ കവർ ഫോട്ടോ പോലെ അവിടെ നമ്മളിങ്ങനെ വരുമ്പം അതിവേഗ പദ്ധതികളും, പിന്നെ പട്ടിക ജാതി വിഭാഗത്തെയൊക്കെ ചേർത്ത് പിടിച്ച കുറേ പദ്ധതികൾ, അങ്ങനെ കുറേ മാറ്റത്തിൻ്റെ അതിവേഗ പാതകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്ക്രീനിൽ ഈ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഇരിക്കാനുള്ള, എനിക്ക് തോന്നുന്നു അവിടെ എന്തെങ്കിലും കോമ്പയറിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. കുറേ ചെയറും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, സ്ക്രീനുണ്ട്, അവിടെ നിന്ന് നമുക്ക് അതിൽ കാണാൻ തോന്നും. അങ്ങനെ പിന്നെ അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഞങ്ങൾ ദയാൻ്റെ ഫ്രണ്ടിനെ, സുമേഷ് ചേട്ടനെ മീറ്റ് ചെയ്തു. അപ്പോൾ അവർ ടൂറിസം വകുപ്പിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അവിടെ കുറേ ടൂറിസത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ അവർ എന്താ പറയുക, ഓരോ ഇതിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടേതായ രീതിയിൽ അതിങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാനും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മണ്ണ് വെച്ചിട്ടുള്ള കുടവും കലവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഏതൊരു ശില്പകലയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഓലമേഞ്ഞൊരു വീടൊക്കെ വെച്ചിട്ട് അവിടെ അവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും കേട്ടോ, മണ്ണ് കൊണ്ട് ഇതുണ്ടാക്കാനായിട്ടൊക്കെ. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നു. പിന്നെ ഇത് കണ്ട് ഇതൊരു സ്ക്രീനിങ് ആണ്. താഴെ കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ കടൽ തീരത്തോടെ നടന്നു പോകുന്ന പോലെ തോന്നും. അപ്പോൾ അത് നല്ല രസമാണ്. അതൊരു റൂമിനകത്താണ്. പിന്നെ നമ്മൾ കയറി വരുമ്പോഴത്തേന് ഈ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കുറേ കാര്യങ്ങളാണ് അത് സ്ക്രീനിലും പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു പാലം പോലെ, നമ്മൾ ആ പാലം കയറി ഇറങ്ങണം, ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരു മിനിയേച്ചർ വേഷം പോലെ എല്ലാത്തിൻ്റെയും ഇങ്ങനെ പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുതന്നെയല്ല, അവർ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, പൊതുമരാമത്ത് വകുപ്പ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവരവിടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ സ്ക്രീനിൽ പറയുന്നുണ്ട്. പിന്നെ വരുമ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെയും അങ്ങനെ കുറേ മിനിയേച്ചർ വേർഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
മെഡിക്കൽ കോളേജ്, അത് കാർ പാർക്കിങ്, അങ്ങനെ എല്ലാം ഒരുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ എന്താ പറയുക, ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഭാഗങ്ങൾ പോലും ഭയങ്കര വൃത്തിയിലാണ് അവർ ചെയ്തേക്കുന്നത്. അത് നല്ല രസമാണ് കാണാൻ തന്നെ. ശരിക്കും പറഞ്ഞാൽ അതേപോലെ തന്നെ ആയിരിക്കും പാലക്കാട് മെഡിക്കൽ കോളേജ്. അത്ര എന്താ പറയുക, അടിപൊളിയായിട്ട്. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മണ്ഡലത്തിലെ പൂക്കൈത ആറിന് കുറുകെയുള്ള പടഹാരം പാലം ഉണ്ട്. അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ്. അപ്പോൾ ഞാൻ ടെക് ട്രാവലുണ്ട് സുജിത് ഭക്തൻ്റെ, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോസ് കണ്ടിരുന്നു ഈ പാലത്തിൻ്റെ. അപ്പോൾ ഇത് അതിൻ്റെ മിനിയേച്ചർ വേർഷനാണ്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞോന്നും അറിയില്ല. അപ്പം ഇതാണ് ഓഫീസ്, സബ് രജിസ്ട്രാർ, അതായത് കൊടുവായൂരുള്ള സബ് രജിസ്ട്രാർ ഓഫീസാണ്. പിന്നെ ഒരു ബ്രിഡ്ജുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ എല്ലാം മിനിയേച്ചർ വേർഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് ഈ ചീരയില്ലേ, ചീരയുടെ മണ്ണില്ലാതെ ചീരയൊക്കെ എങ്ങനെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ഇത് അവിടെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ ഐറിസ് എന്ന് പറഞ്ഞ റോബോട്ട് ഉണ്ടായിരുന്നു. റോബോട്ട് അത് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിച്ചൊക്കെ കാണിക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ 8 മണി കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ചെന്നത്. അപ്പോൾ ഓരോന്ന് കണ്ടുവരുമ്പോൾ ഒരുപാട് സമയമായി. അപ്പോൾ ഇതിങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഇങ്ങനെ അവർ അടച്ചിട്ട് പോകാൻ തുടങ്ങി. കാരണം അവർ രാവിലെ തൊട്ട് ഇരിക്കുന്നതാണല്ലോ. അവർ ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ സ്റ്റാളുകളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ടയേർഡായിട്ടൊക്കെ വൈകുന്നേരം പോയിട്ടുണ്ടാവും. അവിടെ നമ്മൾ വരുമ്പോൾ കൃഷി വകുപ്പിൻ്റെ സ്റ്റാളിലേക്കാണ് വരുന്നത്. അതൊരു അത്യാവശ്യം വലിയൊരു സ്റ്റാളായിരുന്നു. അപ്പോൾ അവിടെയാണെങ്കിൽ ഓർഗാനിക് പ്രോഡക്ട്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. തേന്, അതേപോലെ തന്നെ കാട്ടുതേന്, പിന്നെ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ സ്ക്വാഷ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പഞ്ഞിപ്പുല്ല്, അതായത് ഇവിടെ കോറ എന്നൊക്കെ പറയും പാലക്കാട്, ആ ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ എന്താ പറയുക, ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണ്ടൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഓർമ്മ, അവിടെ ഇങ്ങനെ ചില ഇലകളൊക്കെ വെച്ചിട്ട് അതിനകത്തെ ബാക്ടീരിയസിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കാൻ പറ്റും. പിന്നെ നമ്മൾ പോലീസിൻ്റെ, കേരള പോലീസിൻ്റെ ഒരു സെക്ഷനായിരുന്നു. അവിടെ കുറേ റൈഫിൾസും പിന്നെ അതേപോലെ തന്നെ കുറേ അവരുടെ തോക്കുകൾ, പിന്നെ അവരുടെ കുറേ കേസിന് ആവശ്യമുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഉണ്ടായിരുന്നു. അവിടെ അതുപോലെ അവർ നമ്മൾ റെസ്ക്യൂവിന് പോകുമ്പോൾ ഉപയോഗിക്കുന്ന കുറേ ബൂട്ട്സ്, ക്യാപ്പ്, പിന്നെ അതിനുള്ള മെഷീനറീസ്, അതൊക്കെ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ സ്റ്റാളുകളുണ്ടായിരുന്നു, കുടുംബശ്രീ ജില്ലാ മിഷൻ്റേത്. പിന്നെ അല്ലാതെ ഓരോ വ്യക്തികളിടുന്ന, അതായത് ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരിടുന്ന കുറേ സ്റ്റാളുകളുണ്ടായിരുന്നു. തേന്, അതേപോലെ തന്നെ ഡയറി പ്രോഡക്ട്സ്, പിന്നെ അല്ലാതെ നമുക്ക് സ്വീറ്റ്സ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശർക്കര, പനങ്കൽക്കണ്ടം, അതിൻ്റെയൊക്കെ സ്റ്റാൾസ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വരുന്നത് മെഡിക്കലിൻ്റെയാണ്, അതായത് ആരോഗ്യ വിഭാഗത്തിൻ്റെ ഒരു സ്റ്റാളായിരുന്നു. അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് BP, ഷുഗർ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വരുന്ന കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെയാണ്. അവിടെയും കുറേ ബോധവൽക്കരണ ക്ലാസ്സുകളും അങ്ങനെ അവർ തന്നെ വരുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ കുറേ സാധനങ്ങൾ. പിന്നെ അവർ പെട്ടെന്ന് ഗ്യാസ് ലീക്കായ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ തന്നെ ഉദ്യോഗസ്ഥർ തന്നെ ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ വരുന്നത് ജയിലിൻ്റെയാണ്. ജയിലിൻ്റെ ഒരു ഡെമോ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തൂക്കുമരത്തിൻ്റെ ഡെമോ വെച്ചിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ കാണിക്കും കേട്ടോ. അവർ അതിങ്ങനെ വലിക്കുമ്പോൾ ഉള്ളിലേക്ക് പോകുന്നത് നമ്മളെ കാണിച്ചു തരും. പിന്നെ കുറേ ഓർഗാനിക് പ്രൊഡക്ട്സ്, അതായത് നമ്മുടെ ഈ പാഴ്വസ്തുക്കളിൽ ഉണ്ടാക്കുന്ന കുറേ ഐറ്റംസ്, വിളക്ക്, അതായത് ചിരട്ട കൊണ്ടുള്ള വിളക്ക്, നെറ്റിപ്പട്ടം, അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സബ് ജയിൽ ഒറ്റപ്പാലം, അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ വേർഷൻ ഉണ്ടായിരുന്നു. പിന്നെ കേരള വാട്ടർ അതോറിറ്റിയുടെ കുറേ ഡാമിൻ്റെയും അതേപോലെ തന്നെ വാട്ടർ ടാങ്കിൻ്റെയൊക്കെ മിനിയേച്ചർ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ട് ഒരു നമ്മുടെ എന്താ പറയുക, ഈ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം എങ്ങനെ പോകുന്നു അതൊക്കെ കാണിക്കാനായിട്ടുള്ള കുറച്ച് ഡെമോ ഒക്കെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ നെറ്റ് സർവീസിൻ്റെ കുറേ ഓഫേഴ്സ് ഗവൺമെൻറ്റിൻ്റെ അതും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡാമിൻ്റെ ചെറുകിട ജലസംരംഭത്തിൻ്റെ കുറേ ഇങ്ങനെ ഏതുവഴിയൊക്കെ വെള്ളം പോകുന്നു അങ്ങനെയൊക്കെ കാണിക്കാനുള്ള കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാണാനുണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലേറ്റായി ചെന്നതുകൊണ്ട് കുറേയൊക്കെ സ്റ്റാളുകൾ അടച്ചിട്ടുണ്ടായിരുന്നു. വ്യവസായ വകുപ്പിൻ്റെ വേറെ ഉണ്ട്. പിന്നെ ആർക്കും പാടാമെന്ന് പറഞ്ഞൊരു സ്റ്റേജ് അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതായത് അവിടെ തന്നെ അവർ കരോക്കെയും ഒക്കെ ഇട്ട് തരും. അവിടെ അതിനുള്ള ഓപ്പറേറ്റർമാർ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് നമുക്ക് അവിടെ പാടാം. അപ്പോൾ
അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സ്റ്റാളാണ്. അവിടെയാണെങ്കിൽ വിവിധ ഇനം കോഴികളെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് ഡെമോ അല്ല, ഒറിജിനൽ കോഴികളെ തന്നെയാണ്. സിൽക്കി, ഹെലൈൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കോഴികളെ അവരിങ്ങനെ നമുക്ക് കാണാനായിട്ട്. അപ്പോൾ അതിന് വെള്ളവും തീറ്റയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താ അസീൽ, സങ്കരം, അങ്ങനെ പുതിയ പുതിയ ഗ്രാമലക്ഷ്മി, ഇൻസ്ബ്രോ, അങ്ങനെ ഗ്രാമശ്രീ കണ്ടോ, ഗ്രാമലക്ഷ്മി, ഇതൊക്കെ ഓരോരോ വെറൈറ്റി കോഴികളുടെ ഇനങ്ങളാണ് കേട്ടോ. അപ്പോൾ അവർ തന്നെ അത് കണ്ടുപിടിക്കുന്നതൊക്കെ ആയിരിക്കാം. ഇത് പിന്നെ ഇതിൻ്റെ പശുവിൻ്റെ, അതും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയാണ്. അതും ഇതുപോലെ ഒരു തൊഴുത്ത്, അതേപോലെ അതെല്ലാം നമ്മൾ ഡെമോ പോലെ ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ. പിന്നെ അതെ പാലുൽപാദന വിതരണശാല, അതും ചെറിയ ചെറിയ, അതായത് കുഞ്ഞു തൊഴുത്ത്, അവിടുന്ന് വീട്, പിന്നെ സൊസൈറ്റി, പാൽ സൊസൈറ്റി, അവിടുന്ന് പാല് വരുന്നു, സ്കൂള്, അതൊക്കെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗ്രാമം, അതിങ്ങനെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മിൽമയുടെ തന്നെ പ്രൊഡക്റ്റുകൾ, അതായത് എന്തൊക്കെ പാല് കൊണ്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്, പേട, മിൽക്ക് ഷേക്ക്, ചോക്ലേറ്റ്, കണ്ടൻസ് മിൽക്ക്, അങ്ങനെ കുറേ ഗുലാബ് ജാമുൻ, ക്ഷീരോൽപ്പന്നങ്ങൾ, അതായത് പാല് കൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവിടെ കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. രസഗുള, ലസ്സി, പിന്നെ കാലാം ജാമുൻ, അതൊന്നും എനിക്ക് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ നെയ്യ്, വെണ്ണ, അതൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം വീണ്ടും കുറേ വനം വകുപ്പിൻ്റെ അതായത് കുറേ ഡെമോ വെച്ചും കുറേ ഫ്ലെക്സ് വെച്ചിട്ടൊക്കെ ഉള്ള, അതിൻ്റെ ഒരുപാടൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ അവർക്ക്. അപ്പോൾ അത് വനം വകുപ്പിൻ്റെ കുറേ, അതായത് കാട്ട് തേന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർ ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതായത് ആദിവാസി ഗോത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, മുള കൊണ്ടുള്ള കുറേ ഐറ്റംസ്, അതൊക്കെ ഒരാൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ കുറേ എഡ്യൂക്കേഷണൽ വിഭാഗത്തിൻ്റെ കുറച്ച് സ്റ്റാൾസ് ഉണ്ടായിരുന്നു. എംപ്ലോയ്മെൻറ്റ് സൊസൈറ്റി, നാഷണൽ എംപ്ലോയ്മെൻറ്റ്, അവരുടെ കുറേ, അതൊക്കെ ചെറിയെന്ന് വെച്ചാൽ അവർക്ക് ഉൽപ്പന്നങ്ങളൊന്നും വയ്ക്കാനില്ല, അതുകൊണ്ട് തന്നെ ഫ്ലെക്സിൽ കുറേ കാര്യങ്ങൾ, നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ കുറേ അവർ ഫ്ലെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പുരാവസ്തു വകുപ്പിൻ്റെയാണ് അത് വരുന്നത്. അതിങ്ങനെ ഒരു പഴമ രീതിയിലെല്ലാം ഫ്ലെക്സ് കൊണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ കൊട്ടാരങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പുരാവസ്തു വകുപ്പിൻ്റെ കുറച്ച് പദ്ധതികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ഫ്ലെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ GST വിഭാഗത്തിൻ്റെ ഒരു സ്റ്റാളുണ്ടായിരുന്നു. അവിടെ നിന്ന് വരുമ്പോൾ സ്പോർട്സാണ്, കായിക കേരളം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുറേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് അവിടെ ചെന്ന് കുറേയൊക്കെ അവർ പുതിയ പുതിയ ഗെയിംസൊക്കെ പരിചയപ്പെടുത്തും. പിന്നെ കുട്ടികളെ കൊണ്ട് അതൊക്കെ കളിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്കിവിടെ പ്രധാനമായിട്ട് തോന്നിയത് ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് ഇവിടെ ഫീസൊന്നുമില്ല, നമുക്കെല്ലാം കയറി കാണാം. പിന്നെ ഹരിത കേരള മിഷൻ എൻ്റെ പ്രിയപ്പെട്ട സെക്ഷനാണ്, ഞാൻ ജോലി ചെയ്യുന്ന സെക്ഷനാണ് നേരത്തെ. അപ്പോൾ എനിക്ക് അവിടെ കണ്ടപ്പോൾ പെട്ടെന്ന് കുറേ ഓർമ്മകളൊക്കെ വന്നു. ഞങ്ങളുടെ ഒരു സെക്ഷനാണല്ലോ എന്ന് ആലോചിച്ച് പോയി. അപ്പോൾ അവിടെ പച്ചത്തുരുത്തിൻ്റെ മോഡൽസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയാണ്. അവിടെയും ചെറിയ ചെറിയ ഗെയിംസൊക്കെ കുട്ടികൾക്ക് വേണ്ടി, അതായത് നമുക്ക് പഠിക്കാനുള്ള എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കുറേ ഗെയിംസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഒരു സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പകൽ സമയത്താണ് കൂടുതൽ, അപ്പോൾ രാത്രി ആയതുകൊണ്ട് അങ്ങനെ അവിടെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത് വരുന്നത് ഫിഷറീസിൻ്റെ സെക്ഷനാണ്. അവിടെ മീനിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, ഡെമോയും വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് ഈ കാലിലിങ്ങനെ മീനെ കൊണ്ട് മസാജ് ചെയ്യുന്ന, എനിക്കതിൻ്റെ പേര് കറക്റ്റ് അറിയത്തില്ല, അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഫീസൊന്നുമില്ല, ഒന്നും ചെയ്യുന്നതിന് ഫീസൊന്നുമില്ല, എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അവർ ചെയ്തു തരും കേട്ടോ. ഒട്ടും മടുക്കാതെ തന്നെ ചെയ്ത് കാണിച്ചൊക്കെ തരും. പിന്നെ എന്താ KSEBിയുടെ സെക്ഷനാണിത്. ഇവിടെ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ക്ലാസ്സുകൾ, അതിൻ്റെ ഡെമോയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെങ്ങനെ വൈദ്യുതി ലാഭം, അതൊക്കെ അതിനെപ്പറ്റിയുള്ള ക്ലാസ്സുകളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ പട്ടികജാതി പട്ടിക വികസന വകുപ്പിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സപ്ലൈകോയുടെ തന്നെ ഒരു സെക്ഷനുണ്ട്. അവിടെ നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. മിനി സൂപ്പർ മാർക്കറ്റ് പോലെ സപ്ലൈകോയുടെ തന്നെയാണ് അത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയ 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 സ്റ്റാളുകളൊക്കെ ഉണ്ട്. ഹരിതകേരള മിഷൻ പോലെ തന്നെ പ്രിയപ്പെട്ട ഒന്നാണ് ശുചിത്വ മിഷൻ. അപ്പോൾ ഞങ്ങൾ ശുചിത്വ മിഷൻ്റെ പ്രോഗ്രാമുകളും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ. അതായത് ഹരിതകേരള മിഷൻ്റെ ആണെങ്കിലും ശുചിത്വ മിഷൻ്റെ ആണെങ്കിലും അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി. ഇത് കണ്ടില്ലേ, വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് ശുചിത്വ മിഷൻ്റെ
സെക്ഷൻ ചെയ്തതാണ് ഇങ്ങനൊരു രൂപം. അതിൻ്റെ അടുത്ത് തന്നെ 2 ബോക്സുകൾ, വേസ്റ്റ് ബാസ്ക്കറ്റുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ഇടുന്നതൊക്കെ ഓരോന്നിനും ഓരോ അതിന് പ്രത്യേകമായിട്ട് ചില വേസ്റ്റുകൾ ഇന്നതിലിടണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അവിടുന്ന് പിന്നെ വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. അതായത് മണ്ണിനങ്ങളെ പറ്റിയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ മണ്ണ് സംരക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. വെറൈറ്റി മണ്ണ്, പിന്നെ മലയോര മണ്ണ്, വനം മണ്ണ്, വെട്ടുകൽ മണ്ണ്, കറുത്ത പരുത്തി മണ്ണ്, അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാതൃഭൂമി ബുക്സിൻ്റെ ഇതുണ്ടായിരുന്നു, എന്താ വെച്ചാൽ ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ബുക്കൊക്കെ പർച്ചേസ് ചെയ്യാം. പിന്നെ രജിസ്ട്രേഷൻ വകുപ്പുണ്ടായിരുന്നു. പിന്നെ ഖാദി വ്യവസായം, കേരള ഖാദിയുടെ ഉണ്ട്, അവരുടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ KSFE ഉണ്ടല്ലോ, KSFEയുടെ ഉണ്ട്, കേരള ബാങ്ക്, അവരുടെയൊക്കെ സെക്ഷനുകളുണ്ട്. പിന്നെ അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ കുറേ സ്റ്റോളുകൾ അല്ലാതെ ഉണ്ട്. അപ്പോൾ ഇത് പാലിയേറ്റീവ് കെയറിൻ്റെയാണ്. പാലിയേറ്റീവ് കെയർ അതായത് വയ്യാതെ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാളാണ്. അവിടുത്തെ നേഴ്സുമാരാണ് ആ സ്റ്റാൾ നടത്തുന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ അവിടെ ഇങ്ങനെ പറഞ്ഞു, ഈ പൈസ നമ്മൾ വാങ്ങിക്കുന്ന പൈസ എന്തായാലും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ അവിടെ നിന്നൊരു ലോഷൻ വാങ്ങിച്ചു. ചെറിയ പ്രൊഡക്റ്റുകളൊക്കെ അവിടെ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്നൊരു ഫ്ലോർ ക്ലീനർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ അല്ലാതെ കളിയത്ത് TMT അവരോരോ ചെറിയ ഈ കമ്പനികളുടെ പ്രൊഡക്ട്സുകൾ വെച്ചുകൊണ്ട് അവർ തന്നെ ഇടുന്ന സ്റ്റാളുകളാണ് ഇതൊക്കെ. അങ്ങനെ തന്നെ കൈത്തറി, പിന്നെ അതേപോലെ എന്തൊക്കെ ലൈഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ കഞ്ചിക്കോടുള്ള ഒരു ഫർണിച്ചർ ഷോപ്പാണ്. അപ്പോൾ അതൊക്കെ അവർ തന്നെ സ്വയം ഇടുന്ന സ്റ്റാളുകളാണ്, പ്രൈവറ്റായിട്ടുള്ള. പിന്നെ ഇത് ബാംബൂസ് അങ്ങനെയുള്ളതിൻ്റെ കുറേ സെക്ഷൻ. അപ്പോൾ അതൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഓർണമെൻറ്റ് സെക്ഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ കൃഷ്ണ ഫുഡ് പ്രോഡക്റ്റ്. പിന്നെ ഇത് ഇങ്ങനെ ക്ലോക്കിൻ്റെ ഒരു സെക്ഷൻ ഉള്ളത്. പിന്നെ ഇതുപോലെ ബിൽഡിങ് കെട്ടുന്നവരുടെ ബിൽഡേഴ്സിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ പുകയില്ലാത്ത അടുപ്പുകൾ, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അല്ലാതുള്ള സ്റ്റാളുകളായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ അല്ലാതുള്ള ഓരോരുത്തരിടുന്ന റെജീന ഫുഡ് പ്രോഡക്റ്റ്, അതൊക്കെ അല്ലാതിരുന്ന സ്റ്റാളുകളായിരുന്നു. ഇതൊക്കെ ഇരുമ്പ് സാധനങ്ങളാണ്. പിന്നെ ബാഗ്, അതേപോലെ തന്നെ തുണികൾ, അങ്ങനെ കുറേ സെക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഇതൊക്കെ മുണ്ട് കൈത്തറി മുണ്ടുകളൊക്കെ വില കുറവായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ അത്യാവശ്യം അവർക്ക് ഏണിങ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അച്ചാർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊതുവേ ഈ ചെറിയ സംരംഭകർ നടത്തുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അവരപ്പോൾ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റാൾ എടുത്തിരിക്കുന്നതാണ്. അതായത് മൈക്രോ യൂണിറ്റ്സ് എന്നൊക്കെ പറയത്തില്ലേ, ചെറുകിട വ്യവസായങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് വരുന്നത് നമ്മൾ പനം കൽക്കണ്ടം, പാലക്കാടൻ കൽക്കണ്ടം, പനശർക്കര ഇതൊക്കെയാണ്. അപ്പോൾ പനശർക്കര ഞങ്ങൾ വാങ്ങിച്ചിരിപ്പണം. അപ്പോൾ ഞങ്ങൾ പനം കൽക്കണ്ടം വാങ്ങിച്ചു. കാരണം ഇതുപോലെയുള്ളത് വാങ്ങിച്ചാൽ നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഞങ്ങൾ നേരത്തെ, അതായത് നമ്മുടെ കൽപ്പാത്തി തേര് നടക്കുന്ന സമയത്ത് ഇതുപോലെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിന് ഞങ്ങൾ പനം കൽക്കണ്ടമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് വാങ്ങിച്ചു. 100 രൂപയായിരുന്നു ഒരു പാക്കറ്റിന്, ചെറിയൊരു പാക്കറ്റിന്. പിന്നെ ചെടിയുടെ സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ മണ്ണ് കൊണ്ടുള്ള കുറേ പ്രൊഡക്റ്റുകളുണ്ടായിരുന്നു. ചട്ടിയും കാലം, അതേപോലെ തന്നെ കൂജ, വെള്ളം നിറയ്ക്കുന്ന കൂജ, പിന്നെ ബുദ്ധൻ, അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കർഷക ക്ഷേമ വകുപ്പിൻ്റെ കുറേ സാധനങ്ങൾ അവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ജാമ്, സ്ക്വാഷ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ എല്ലാം ഒറിജിനൽ സാധനങ്ങളാണ് കേട്ടോ. പിന്നെ മണ്ണ് പരിശോധന, അതായത് ശാല, അതിൻ്റെ കുറേ നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ പോസ്റ്ററുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് നമ്മൾ കൃഷി ചെയ്യുന്ന രീതികൾ, അതേപോലെ തൊഴുത്ത് നിർമ്മാണ രീതികൾ, അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു കൃഷി ചെയ്യുമ്പോഴത്തേന് ഇതുപോലെ റെയിൻ ഷട്ടർ, പെട്ടെന്ന് മഴയും പെട്ടെന്ന് വെയിലും അടിക്കാത്ത രീതിയിൽ നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതെങ്ങനെ ചെയ്യണമെന്നുള്ള ഡെമോകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ തീറ്റപ്പുൽ കൃഷി, ക്ഷീരവികസന വകുപ്പിൻ്റെ പുൽകൃഷിയുടെ ഡെമോ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ തൊഴുത്ത്, പിന്നെ പശുവിനെ കറക്കുന്ന മെഷീൻസിൻ്റെ അതിൻ്റെ കുറേ ഡെമോ ഉണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട്, പുതിയ ഹൈടെക് രീതിയിലുള്ള കോഴിക്കോട് ഹൈടെക് തൊഴുത്തുകൾ, അതിൻ്റെയൊക്കെ ചെറിയ ഡെമോകൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കന്നുകാലിയുടെ കുറേ ഐറ്റംസ്, പ്രൊഡക്റ്റ്, കോഴിവളം,
അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിൽമയുടെ തന്നെ ഒരു സ്റ്റാളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മിൽമ പ്രൊഡക്റ്റുകൾ മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളവിടെ എന്തായാലും സ്റ്റക്കാവും അറിയാമായിരുന്നു, കാരണം കുഞ്ഞ് പേടയുടെ ആളാണ്. അപ്പോൾ കുറേ പേടയുടെ വെറൈറ്റീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ കോക്കനട്ട് പേടയും ചക്കപ്പേടയും കാണുന്നത്. ബാക്കിയൊക്കെ അവന് ഞങ്ങൾ ഇടയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ചക്കപ്പേട വാങ്ങിച്ചു കേട്ടോ. ചക്കപ്പേട 75 രൂപ എങ്ങാണ്ടാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നല്ല സാധനമാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻസ്പയർഡ് ആയിട്ട് ഞാനും ഒന്ന് പേട ഉണ്ടാക്കാൻ ശ്രമിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ ദാ പിന്നൊരു ആനയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ആനയെ കണ്ട് ആനയുടെ അടുത്ത് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ നിന്ന്. അപ്പോൾ ആന ഓടുന്ന ആനയാണ്, അതായത് ടയറൊക്കെ ഉള്ള, കാലിൻ്റെ അവിടെ 4 ടയറൊക്കെ വെച്ചിട്ടുള്ള ആനയാണ് കേട്ടോ. ഈ ആന കഴിഞ്ഞാൽ പിന്നീട് 1-2 ചെറിയ കടകൾ കഴിഞ്ഞാൽ പിന്നെ ഇതിവിടെ അവസാനിക്കുകയാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയൊരു സ്റ്റേജിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ ഫുഡ് കോർട്ട്, കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടുണ്ട്, മിൽമയുടെ ഐസ്ക്രീമുണ്ട്, പിന്നെ പാട്ടരങ്ങുകളാണ്. ഇന്നും ഓരോ പ്രോഗ്രാംസൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. വലിയൊരു ഹാളാണ്, ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഹാളാണ്. അപ്പോൾ ബാക്കിൽ നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് കാണുകയും ചെയ്യാം. കപ്പയും മീൻകറിയും ബിരിയാണിയും പാനിപൂരിയും ബേൽപൂരിയും പിന്നെ ചായ, എണ്ണക്കടികൾ, പിന്നെ അതേപോലെ ഐസ്ക്രീം, ചോളം, ഇതൊക്കെ ഇവിടെ കിട്ടുന്നതല്ല, കുടുംബശ്രീക്കാർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ബിരിയാണി വാങ്ങിച്ചിരുന്നു. നമ്മളവിടെ ടോക്കൺ എടുത്തിട്ടാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത്. അപ്പം ബിരിയാണി അത്ര വലിയ കൊള്ളാമെന്നൊന്നും പറയാനൊന്നും ഇല്ലായിരുന്നു, എന്നാലും കഴിച്ചു. പീസൊക്കെ ഒരു കുഞ്ഞ് പീസൊക്കെയാണ് തരുന്നത്. 120 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ.